ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്കൂളിൽ വിട്ട് വരുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നാടൻ പലഹാരമാണ് കേട്ടോ ഇന്ന്. അതിനായിട്ട് ഞാൻ 1.5 ഗ്ലാസ് പച്ചരിയാണ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇത് കുതിർന്നിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സിൻ്റെ വലിയ ജാറ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ ജാറാകുമ്പോൾ നമുക്ക് ഈ അരി ഒരു തവണ തന്നെ മുഴുവനായിട്ട് ഒറ്റ തവണയിൽ അരച്ചെടുക്കാനായിട്ട് പറ്റും. അരിയെല്ലാം വാരിയിട്ടു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ അരിയിട്ട വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, ഇനി കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് കേട്ടോ. ഒരു മുറി തേങ്ങയാണ്, അത് ചെറിയിട്ടും ചെറുതായി മുറിച്ചിട്ടൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് അരച്ചെടുക്കട്ടെ. നല്ല ഫൈനായിട്ട് തന്നെ അരയ്ക്കാനാണ് കേട്ടോ. സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും നാടൻ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ അവരുടെ ആരോഗ്യത്തിന് ദോഷമില്ല, കുട്ടികളുടെ വയറും നിറയും. അപ്പോൾ ഇത് അരി അരച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റണം. ഇനി ഈ മാവിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ അരിൻ്റെ കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തില്ല, അരച്ചതിന് ശേഷമാണ് ചേർക്കുന്നത്. ഇനി ചേർക്കുന്നത് വറ്റൽമുളകാണ്. 2 ചെറിയ വറ്റൽമുളക് ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂണോളം ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. ജീരകവും ചേർത്ത് ഈ മാവ് ഇളക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. ഇത് പഴയ നാടൻ പലഹാരമാണ്. ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നതായിരിക്കും അല്ലേ. ചെറിയൊരു കയ്യിൽ വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി വീണ്ടും ഇളക്കുന്നുണ്ട് കേട്ടോ. കാരണം ഉപ്പ് ശരിക്കും അങ്ങോട്ട് സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ അന്ന് അലിഞ്ഞ് വരില്ല. അപ്പോൾ കയ്യിൽ വെച്ച് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കണം കേട്ടോ. 2 തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്ക് മാവ് ഒഴിച്ചെടുക്കാം. അരി അരച്ചിട്ട് മാവ് പുളിക്കാനായിട്ടൊന്നും വെക്കണ്ട കേട്ടോ. നമുക്ക് അപ്പോൾ തന്നെ അത് ചുട്ടെടുക്കാനായിട്ട് പറ്റും. കാരണം നമ്മളൊരു 4 മണി പലഹാരമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ചുട്ടെടുക്കണേ. അല്ലെങ്കിൽ ഒരുപാട് ലോ ഫ്ലെയിം ആണെങ്കിൽ ഇത് വിണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചുട്ടെടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാനും പറ്റും കേട്ടോ. മേൽഭാഗം വെന്ത് വരുന്നേ ഉള്ളൂ. നമുക്ക് അപ്പോൾ തന്നെ അത് മറിച്ചിടണം കേട്ടോ. അല്ലെങ്കിൽ ഇത് വിണ്ട് വരും. അപ്പോൾ ഇതാ മറിച്ചിട്ടു. ഇതുപോലെ പൊട്ടാതെ കിട്ടണമെങ്കിൽ പകുതി വേവോടെ തന്നെ മറിച്ചിടണം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ. ഇതിൽ നമ്മൾ മുളക് ഇട്ടത് കൊണ്ട് തന്നെ കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. എന്നാലും കുറച്ച് തക്കാളി ചമ്മന്തി ഇതിനോട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുടിക്കാനായിട്ട് കട്ടൻ ചായ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചായ ചൂടോടുകൂടി തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു പലഹാരമാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബായ്.